ഇത് കൊല്ലം ചിന്നക്കടയാണ് കാണുന്നത്. ഈ ചിന്നക്കട എന്ന് പറഞ്ഞാൽ ചിന്നക്കടയിൽ ഉണ്ടൊരു വൻമതിൽ കാണണമെങ്കിൽ ചൈനയിലൊന്നും പോകണ്ട. അതുപോലെ വലിയൊരു മതിലാണ് ചിന്നക്കട മേൽപ്പാലം എന്ന് പറയുന്നത്. ഈ മേൽപ്പാലത്തിൻ്റെ കാര്യത്തിൽ ഇവിടെ പുതിയ മേയർ പറഞ്ഞ് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ ഈ മേൽപ്പാലം പൊളിച്ചു മാറ്റും എന്നാണ് പുതിയ മേയർ AK ഹഫീസ് പറഞ്ഞ്. എന്തായാലും ഈ പുതിയ പാലം കണ്ടല്ലോ, ഈ പാലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. കണ്ടല്ലോ, ഈ കാണുന്നൊരു സാംബശിവൻ സ്ക്വയർ എന്നും പറഞ്ഞൊരു സ്ഥലം. പക്ഷേ ഇവിടെ ഒരു പരിപാടി ഇന്ന് വരെ ചെയ്തിട്ടില്ല. വെറുതെ കുറേ സ്ഥലങ്ങൾ ഈ പാലം കെട്ടിയപ്പോൾ വെറുതെ വേസ്റ്റായി എന്നല്ലാതെ ഒരു പാർക്കിംഗ് സൗകര്യം പോലും ഈ കൊല്ലത്തില്ല. അതുകൊണ്ടാണ് കൊല്ലം ചുരുക്കി പറഞ്ഞ ചിന്നക്കട ശ്വാസം മുട്ടി കഴിയുകയാണ്. ഇവിടുത്തെ കച്ചവടങ്ങളെല്ലാം മൊത്തത്തിൽ പോയി. പായിക്കട റോഡ് അതുപോലെ മെയിൻ റോഡിലൊന്നും കച്ചവടങ്ങളില്ല. ആ രീതിയിലാണ് ഇവിടെ. അതുപോലെ തന്നെ ഈ വാഹനം പോകാൻ ഇടവില്ലാത്ത ഒരു രീതിയിലാണ് ഈ കൊല്ലം ഈ ശ്വാസം മുട്ടിക്കിടക്കുന്ന ഈ അവസ്ഥയിലാണ്. പുതിയ മേയർ സത്യപ്രതിജ്ഞ ഉടനെ തന്നെ പറഞ്ഞതാണ് ചിന്നക്കടയിലെ മേൽപ്പാലം ഈ വൻമതിൽ പൊളിച്ചു മാറ്റും. ഞാൻ ഇത് വെറുതെ പറയുന്നില്ല, അത് കറക്റ്റായിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് മേയർ പറയുന്നു ഇതിൻ്റെ ഈ പാലം പൊളിച്ചു മാറ്റി തൂണുകളിൽ പാലം നിർമ്മിക്കും എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും നല്ല രീതിയിലായി. കാരണം കുറേ കാലമായിട്ടിവിടെ കച്ചവടമില്ലാതെ പായിക്കട റോഡും അതുപോലെ ചിന്നക്കട മൊത്തത്തിൽ കച്ചവടമില്ലാത്ത രീതിയിൽ എങ്ങനെ നിൽക്കണം. ആ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു പ്രഖ്യാപനം നല്ലത് തന്നെ. ഇത് പ്രാവർത്തികമായിരുന്നെങ്കിൽ കൊല്ലത്തിൻ്റെ സ്ഥിതി തന്നെ മാറിയേനെ. എന്തായാലും വലിയ ജനങ്ങൾ വളരെ ഇതിനോട് പ്രതികരിച്ചേക്കൊണ്ട് വളരെ നല്ല ഒരു തീരുമാനം ശ്രീ AK ഹഫീസ് മേയർ എടുത്തിരിക്കുന്നു. അതിന് എല്ലാവിധ പിന്തുണയും ഇവിടെ നാട്ടുകാർ മാത്രമല്ല, ഈ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ പറയുന്നത് ഈ ഒരു ആശുപത്രിയിൽ പോകണമെങ്കിൽ തന്നെ കുറേ ചിന്നക്കടയിൽ നിന്ന് പാർവതി മില്ലൊക്കെ കറങ്ങി വേണം ആശുപത്രിയിൽ അത്യാവശ്യം നെല്ല് വരുന്ന രോഗികൾക്കൊക്കെ സമയത്തിന് എത്തിക്കാൻ പോലും വയ്യാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് അവരൊക്കെ പറയുന്നുണ്ട് ഈ ഇദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ പുതിയ മേയറുടെ ഈ തീരുമാനം എന്തുകൊണ്ടും വളരെ നല്ലതാണെന്നാണ് ഇവിടെയുള്ള ഈ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ നമ്മളെടുത്ത് പറഞ്ഞത്. എന്തായാലും ഒന്ന് കേട്ടിട്ട് വരാം. കാരണം അവർ പറയുന്നത് ഈ ഇത്രയും കാലം ഒരു കച്ചവടം ഇല്ലാതെ ഇങ്ങനെ വളരെ മോശമായ രീതിയിലാണ് ഞങ്ങൾ ഇത്രയും നാളുണ്ടായിരുന്നത്. എന്തായാലും അതിനൊക്കെ ഒരു മാറ്റം വരും. പൊതുവെ ഈ ഫുട്പാത്തുള്ളവർക്ക് അതുപോലെ മറ്റ് കച്ചവടക്കാർക്കൊക്കെ നല്ല ബിസിനസ് നടക്കുമെന്നാണ് ഇവിടെയുള്ള ആളുകളൊക്കെ പറയുന്നത്. എന്തായാലും ഇതിനെപ്പറ്റിയൊക്കെ ഇവിടുത്തെ ഓട്ടോ ഡ്രൈവർമാർ പറയുന്നത് ഒന്ന് കേട്ടിട്ട് വരാം. അടഞ്ഞുപോയി ഈ പായിക്കട റോഡ് എല്ലാം പോയി. കാര്യം അവിടെ ബസ് വന്ന് അപ്പുറത്ത് നിർത്തി കഴിഞ്ഞാൽ പമ്പിലിരുന്ന ആളുകൾ നടന്ന് അപ്പുറത്തോട്ട് പോയി. ശരി, എന്തായാലും അദ്ദേഹത്തിന് തീരുമാനം നല്ല തന്നെ. ഈ ഇവിടെ ചിന്നക്കട പഴയ രീതിയിൽ വരും അല്ലേ? പണ്ടത്തെ രീതിയിൽ നല്ല ആളും പേരുമായിട്ട് വിമാനത്തിൽ നല്ല ആളും പേരും വരും. ഇവിടുത്തെ 6 മണി കഴിഞ്ഞാൽ ഒരു മനുഷ്യരില്ലാത്ത അവസ്ഥയാണ് ഇപ്പോഴും. അങ്ങനത്തെയുള്ള അവസ്ഥയായി പോയി. പാലം കെട്ടിയതിന് ശേഷം എന്തായാലും അദ്ദേഹത്തിൻ്റെ തീരുമാനം നല്ല നടപ്പിലായ നന്നായിരുന്നു. നല്ലൊരു തീരുമാനം അല്ല അഭിസംബന്ധയ്ക്ക് മേയർക്ക് പാലം പൊളിക്കുന്നത് നല്ലൊരു തീരുമാനമാണ്. അതിനെ നമ്മൾ മേയറോട് സപ്പോർട്ട് ചെയ്യുന്നു ഉണ്ടല്ലേ? അപ്പോൾ എന്താ ഈ നമ്മൾ പഴയ രീതിയിൽ വരുമോ കൊല്ലം? അതെ, ചിന്നക്കട പഴയ രീതിക്ക് മാറണം. അപ്പോൾ ഇവിടെ ആളും പേരും ഒന്നുമില്ലാതെ. അല്ല, ഈ വൻമതിൽ ഞാൻ ചോദിക്കട്ടെ, ഈ വൻമതിൽ കെട്ടിയതിന് ശേഷമാണ് ഇങ്ങനെ ഓട്ടോ ഇല്ലായിരിക്കുന്നത്? അതെ, അവർ കച്ചവടമില്ല കടക്കാർക്ക് അല്ലേ? ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ തന്നെ നമ്മൾ ഇവിടുന്ന് 1 കിലോമീറ്ററോളം കറങ്ങി നിന്ന് ചിന്നക്കടയിൽ വന്നതിന് ശേഷം മാത്രമേ നമുക്ക് പോകാൻ പറ്റുന്നുള്ളൂ. അല്ലാതെ നമുക്കൊരു പെട്ടെന്നൊരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓടി എത്താൻ പറ്റും. അപ്പോൾ ചുരുക്കി പറഞ്ഞത് ഈ തൂണുകളിലാണ് ഈ പാലം നിർമ്മിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഭാഗത്ത് പരസ്പരം അങ്ങോട്ടോട്ട് കാണാനും പറ്റും. നല്ല കച്ചവടം നടക്കും അല്ലേ? അതെ, നല്ല കച്ചവടം. കൂടുതലും ഈ ഫുട്പാത്തിൽ ഇരിക്കുന്ന കച്ചവടക്കാർ ഒരുപാട് ബാധിച്ചിട്ടുണ്ട്. ഉണ്ടല്ലേ? ഇവിടെ ജനങ്ങൾ വരാത്തതിൻ്റെ കൂടുതലും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമില്ല. ശരി.